എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്തരം നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് ഫെദേഴ്സ്, 7 of crystals, 3 of acorns, Queen of feathers, and last വന്നിട്ട് 6 of acorns energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 of wheels and wheel of fortune and Queen of feathers energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുള്ളൊരു മാസമാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് പറ്റിയൊരു സമയമാണ്, അതായത് റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ് ഈ ഒരു സമയം. ഷെയർ ട്രേഡിങ്, അതേപോലെ മാർക്കറ്റിംഗ് റിസ്ക് എടുത്ത് ചെയ്യുന്ന തരത്തിൽ എന്ന് വെച്ചിട്ട് നിങ്ങൾ റിസ്ക് എടുക്കണമെന്നോ അല്ലെങ്കിൽ മറ്റ് ലോട്ടറി, ഭാഗ്യപരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗാംബ്ലിങ് അതുപോലുള്ള കാര്യത്തിൽ ഏർപ്പെടണം എന്നുള്ളതല്ല. എന്നിരുന്നാലും അങ്ങനെയുള്ള ചില ഇപ്പോൾ ഷെയർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എടുക്കാൻ പറ്റിയൊരു സമയമാണ്. പിന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ സാധ്യതകൾ ഏറെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ പൊതുവെ അധികം റിസ്ക് എടുക്കാത്തവർ റിസ്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനെ പറ്റിയ സമയമാണ്. ഈ ഒരു സമയം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇമ്പോസിബിളായിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെ നടത്തിയെടുക്കാൻ സാധ്യതയുള്ള ഒരു ലക്കി ടൈമാണ് എന്ന് പറയാം ഈ ഒരു മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ സാധ്യമാക്കാൻ പറ്റുന്നൊരു സമയമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആഗ്രഹിച്ച പോലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ്. ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആയതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലായി, കരിയർ റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒത്തിരി സാമ്പത്തിക നേട്ടം തരുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു മാസം എന്ന് പറയുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട്, പല കാര്യങ്ങളിലും പെട്ടെന്ന് ധനം കയ്യിലെത്തുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ, അതായത് കോഷ്യസ് ആവേണ്ട, ജാഗ്രത പുലർത്തേണ്ടയിടത്തൊന്നും ജാഗ്രത പുലർത്താണ്ടിരിക്കാൻ, അതായത് നമ്മളിപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്തയിടത്ത് നിന്ന് നമ്മൾ ഒരു വലിയ എഫേർട്ടൊന്നും ഇടാതെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളിത് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ലെറ്റ് ഗോ ഓഫ് ദ ഗാർഡ്, അതായത് നിങ്ങൾ ആ ഒരു ജാഗ്രത ഇല്ലാതാവുമ്പോൾ അതിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പണം ഇരട്ടിപ്പോ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും ചെന്ന് പെടാതിരിക്കുക എന്നുള്ളത്. അല്ലാത്ത പക്ഷം റിസ്ക് എടുക്കുന്നത് നല്ലൊരു സമയം തന്നെയാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ഫെദേഴ്സ് എനർജിയാണ്, ബാറ്റാണ്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു വാക്കിംഗ് അവേ, അതായത് ഇതുവരെ നിങ്ങളൊരു ഈ ഒരു ജീവിതം ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ജീവിതം തീർന്നു പോയി, ഇനി ജീവിതത്തിലൊന്നും ബാക്കി, അതായത് ഒരു വിഷാദമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ലൈഫിലൊന്നും ഏൺ ചെയ്തില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലൊക്കെ നിൽക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ പേഴ്സ്പെക്ഷൻ ജീവിതത്തെക്കുറിച്ച് തന്നെ മാറുകയാണ്. അതായത് പൊതുവേ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ ഒരു ഇല്ലാത്തതിനെ കുറിച്ചിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ്, നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നൊന്നും നടക്കില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ബെറ്റർ ആക്കുകയും, ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം അത് അത്രയും അനിവാര്യമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക, ആക്ഷൻ എടുക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണെന്നുള്ളത്, ഓൾഡ് റിയാലിറ്റി വിട്ടിട്ട് പുതിയൊരാളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പ്രായമാകും, പ്രായത്തിൻ്റേതായിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പൊതുവിൽ നിന്ന് നിങ്ങളൊരു ഉച്ചക്കൂടി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു പഴയ പോലെ അത്രയും പ്രായമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ആളുകളിൽ നിന്ന് കേൾക്കാം. കാരണം നിങ്ങൾ ആക്റ്റീവ് ആകുന്നു, നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവ് ആവുന്നു, മനസ്സുകൊണ്ട് നിങ്ങൾ ചെറുപ്പമാവുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുഖത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജിയാണ്. അപ്പോൾ പണ്ട് ആ ഒരു ഉള്ളതിനേക്കാൾ പ്രായം നിങ്ങൾക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ
നിങ്ങൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയം ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. അതേപോലെ നൈറ്റ് ഓഫ് ഫെദേഴ്സ് ആൻഡ് 3 ഓഫ് ഏക്കോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഒരു ഓൺട്രപ്രനോറിയൽ എനർജി ഉള്ളത് കൊണ്ട് തന്നെ ബിസിനസ് സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ അംബീഷ്യസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ഗാർഡ്, അതായത് നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടടുത്ത് ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ഓവർ അംബീഷ്യസ് ആയിട്ട് ആവാതിരിക്കാനും കൂടി, അതായത് റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു പൊതുവേ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അതായത് ദീർഘവീക്ഷണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു എനർജി നിങ്ങളിലുണ്ട്. എന്നിരുന്നാലും നമ്മൾ സിറ്റുവേഷൻസ് എല്ലാം വളരെ എളുപ്പം കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക വിട്ടുപോകും നമ്മുടെ ശ്രദ്ധ. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിഷൻ എന്താണോ അത് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നു ഇന്നൊരു രാജ്യത്തേക്ക് എന്നുള്ളതിനെക്കുറിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർ പോകുന്നു, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അവിടേക്ക് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നൊരു രാജ്യത്തേക്ക് പോകുന്നത്, ജസ്റ്റ് എല്ലാവരും പോകുന്നു പുറത്തുനിന്ന് കാണുന്ന പളവളപ്പ് കൊണ്ടിട്ടാണോ പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, ജസ്റ്റ് ബിക്കോസ് ചില ആളുകൾ ഒത്തിരി പേര് പ്രത്യേക രാജ്യത്തേക്ക് പോകുന്നു, അപ്പോൾ എല്ലാവരും പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു എന്നുള്ള രീതിയിലല്ലാതെ ആ ഒരു പ്രത്യേക രാജ്യത്തേക്ക് തന്നെ പോകാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതോ വേറെ എന്തെങ്കിലും പരിമിതികൾ കൊണ്ടാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഉറപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഇങ്ങനെ ഇതിലേക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ എന്ത് ആക്ഷൻ എടുത്താലും അതിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടാതെ നിങ്ങളായിട്ട് തീരുമാനങ്ങൾ പലതും എടുക്കുകയാണ്. നിങ്ങളുടെ ലൈഫാണ് അതപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ നൈറ്റ് ഓഫ് ഫെദേഴ്സ് ആൻഡ് 6 ഓഫ് ഏക്കോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന സമയമാണ്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ സക്സസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സക്സസ്ഫുൾ ആകുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ ഫെയിമാണ്, അതായത് നിങ്ങൾ വിജയസാധ്യത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ മീഡിയയിലൂടെയോ ചിലപ്പോൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഒക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാനുള്ള ഒരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നതാണ്. അതും ഒന്ന് കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻഫ്ലുവൻസർ, ബിക്കമിങ് ആൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൺസേർട്ടോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട് എങ്കിൽ അത് സാക്ഷാത്കരിക്കുന്നു. അതൊരു സ്റ്റേജിൽ നിന്നിട്ട് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്ന ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, അതൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഫെയിം അല്ലെങ്കിൽ സക്സസ്സും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു മാജിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാസം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മാസം. ഓക്കെ, അതേപോലെ 7 ഓഫ് ക്രിസ്റ്റൽസ് എനർജി ആൻഡ് ക്യൂൻ ഓഫ് ഫെദേഴ്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അവസരങ്ങൾ വരുന്നൊരു സമയമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 7 ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളൊന്ന് പോസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോസ് ചെയ്യുക, എല്ലാം ധൃതി പിടിച്ചൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ട് റിലാക്സ്ഡ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഓവറായിട്ട് ധൃതി പിടിച്ചിട്ട് പോവാതിരിക്കുക. പെട്ടെന്ന് ഡോണ്ട് ഗീവ് അപ്പ് ഏർലി, പെട്ടെന്ന് വിട്ടുകളയാതിരിക്കുക. പിന്നെ കുറച്ച് ക്ഷമയൊക്കെ കുറവായിരിക്കും ഈ ഒരു സമയത്ത്, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പെട്ടെന്ന് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം നടക്കണം. അപ്പോൾ നാളെ നടക്കേണ്ട കാര്യം ഇന്ന് തന്നെ നടക്കണം എന്നുള്ളൊരു ചിലതിനൊക്കെ ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്തെ അത് നടക്കും. അപ്പോൾ ക്ഷമ അനിവാര്യമാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ
അങ്ങനെയുള്ളതൊക്കെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.